പറ്റുവാണെങ്കിൽ ഞങ്ങളെയൊക്കെ പൊട്ടിച്ചെടുത്ത് കറി വെച്ച് വന്ന മട്ടിൽ കുറേ പാവയ്ക്കളൊക്കെ ഇതിനിടയ്ക്കൊക്കെ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് കുറച്ചൊക്കെ ഈ കോണിപ്പടിയുടെ മുകളിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റൂഫിൻ്റെ മുകളിലൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, എല്ലാവരും ഇന്ന് പൊട്ടിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന വാശിയിലാണ് ഞാനും. മതിലിൻ്റെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറിയിട്ടാണെങ്കിലും കൈ കിട്ടിയവരെയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റൂഫിൻ്റെ മുകളിലേക്ക് കയറിപ്പോയവരെയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അവിടെ നിന്ന് കിട്ടിയത് ഒട്ടുമിക്കതും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ കളറൊക്കെ വന്നതാണ്. എന്നാലും വേണ്ടില്ല, ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഉണക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കൈ കിട്ടുന്ന ചെടികളൊക്കെ നട്ടു വളർത്തിയെടുക്കുമെങ്കിലും ഇതിനെപ്പറ്റി വലിയ കാര്യമായ വിവരമൊന്നും എനിക്കുമില്ല. പാവയ്ക്കയുടെ ഈ കുരുവിൻ്റെ പുറത്ത് കാണുന്ന ഈ ചുവന്ന സാധനത്തിന് മധുരമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്കും ഒന്ന് നക്കി നോക്കുമ്പോഴാണ് ആ ഒരു നഗ്ന സത്യം എനിക്കും മനസ്സിലായത്. ഇതൊക്കെ എന്ത്, നീ വേറെ ശിശു എന്ന മട്ടിൽ പുള്ളി എന്നെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കൈ കിട്ടിയ പാവയ്ക്കൊക്കെ മുഴുവനും ചന്നമ്പിൻ്റെ അരിഞ്ഞു പെറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഭംഗിക്കൊട്ടും ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഓരോ പാത്രത്തിൽ ഓരോ കളറൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. എന്തായാലും ഭംഗിക്ക് ഒട്ടും ഒരു കുറവൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് മുറ്റത്ത് കൊണ്ടൊന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്.